കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേദിയിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. കേരളത്തിൽ എത്തിയ സുരേഷ് ഗോപി നേരെ പോയത് വൈശാഖ മഹോത്സവ വേദിയിലേക്കാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ ബന്ധങ്ങളുണ്ട്. ഒരു വർഷത്തെ പോലും ഉത്സവം സുരേഷ് ഗോപി മുടക്കാറില്ല. വൈശാഖ മഹോത്സവം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാനന ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ്. ഇവിടെ 35 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് വരുന്നത്. ഇത്രയും വലിയ പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് സുരേഷ് ഗോപി എന്നുള്ള ഈ ഒരു അവതാരം ഇറങ്ങിയപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് ഭക്തജനങ്ങൾ സ്വീകരിച്ചത്. ക്ഷേത്രാധികൃതരും അതുപോലെ തന്നെ ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും എല്ലാം BJP പ്രവർത്തകരും RSSൻ്റെ പ്രവർത്തകരും നാട്ടുകാരും കൊട്ടിയൂർ നിവാസികളും എല്ലാം ചേർന്നപ്പോൾ വലിയ ഒരു ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സഞ്ചയം, ഒരു പുഴ തന്നെ സുരേഷ് ഗോപിക്ക് ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപി കൊട്ടിയൂർ ഉത്സവം മുടക്കാറില്ല. വർഷത്തിൽ 28 ദിവസം മാത്രമാണ് കാനന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുള്ളത്. എപ്പോഴും ഈ ഉത്സവത്തിന് സുരേഷ് ഗോപി എത്താറുണ്ട്. ഇന്ന് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. വരും ദിവസം സ്ത്രീകൾക്കുള്ള പ്രവേശനം അവിടെ നിരോധിക്കുകയാണ്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കാനന ക്ഷേത്രം അടയ്ക്കും. പിന്നീട് അടുത്ത വർഷം മാത്രമേ ഉത്സവത്തിന് ഈ ക്ഷേത്രം തുറക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം കണക്കാക്കിയാണ് കേരളത്തിൽ ഡൽഹിയിൽ നിന്നും എത്തിയ സുരേഷ് ഗോപി നേരെ കണ്ണൂരിലെത്തുകയും തുടർന്ന് റോഡ് മാർഗം കൊട്ടിയൂരിലെത്തുകയും ചെയ്തു. കൊട്ടിയൂരിൽ നിറഞ്ഞ ഭക്തജനങ്ങളുടെ ഒരു ആരവം തന്നെ, ഒരു സ്വീകരണം തന്നെ സുരേഷ് ഗോപിക്ക് കിട്ടി. എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ക്ഷേത്രങ്ങളെ സ്നേഹിക്കുകയും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. സുരേഷ് ഗോപി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിയിരിക്കുന്നു. വൈശാഖ മഹോത്സവത്തിൻ്റെ ചടങ്ങിൽ എത്തിയിരിക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രാങ്കണത്തിൽ അദ്ദേഹത്തിന് കാനന ക്ഷേത്രത്തിലെ പർണശാല എന്ന് പറഞ്ഞാൽ കാട്ടോലകൾ കൊണ്ട് കെട്ടിയൊരുക്കിയ താൽക്കാലിക ഒരു പന്തലുകളാണ് ഇത്. കൊട്ടിയൂരിലെ ശ്രീകോവിലിന് ചുറ്റും ഏകദേശം ഡസൻ കണക്കിനുണ്ട്. ഇവിടെയെല്ലാം സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകി. പ്രകൃതി ക്ഷേത്രമാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ പ്രകൃതിയും ദൈവവുമായിട്ട് അടുത്തു നിൽക്കുക, അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കൊട്ടിയൂരിൽ കിട്ടിയിരിക്കുന്നത്. കൊട്ടിയൂരിൽ കാനന ക്ഷേത്രത്തിൽ പ്രകൃതിയുടെ ഉത്സവത്തിൽ, മഴയുത്സവത്തിൽ, ലോകത്തിലെ ഏറ്റവും വലിയ മഴയുത്സവത്തിൽ ഷർട്ടെല്ലാം അഴിച്ചു വെച്ച് മാത്രമേ ഈ അങ്കണത്തിലേക്ക് കടക്കുവാൻ പാടുള്ളൂ. ചുറ്റും പുഴയാണ് ഒഴുകുന്നത്. ഈ പുഴയുടെ നടുക്കാണ് കൊട്ടിയൂരിലെ പ്രധാനപ്പെട്ട അക്കരെ കൊട്ടിയൂരിലെ ക്ഷേത്ര സങ്കേതം ശ്രീകോവിൽ കുടികൊള്ളുന്നത്. ശ്രീകോവിലിന് ചുറ്റും സുരേഷ് ഗോപിക്ക് വലം വെക്കുവാനുള്ള അവസരം ക്ഷേത്രാങ്കണത്തിൽ കൊടുത്തു. അതിനുശേഷം ഈ കാനന ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിക്ക് ക്ഷേത്ര അധികൃതരുടെ വകയായിട്ടുള്ള സ്വീകരണം കൊടുത്തു. BJP പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും കൊട്ടിയൂർ നിവാസികളെ സംബന്ധിക്കുന്നിടത്തോളം അവരിൽ 80-90% ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിയെ കാണുവാനും സുരേഷ് ഗോപിക്ക് സ്വാഗതം കൊടുക്കുവാനും വളരെ ഊർജിതരായിട്ട് രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൊട്ടിയൂർ ഉത്സവത്തിൽ വരുന്നവർ എല്ലാം കൊട്ടിയൂരിന് പുറത്തുള്ളവരാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ മലബാറിൻ്റെ അതുപോലെ ഇന്ത്യയുടെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 35 ലക്ഷത്തോളം ഭക്തർക്ക് ഇടയിലേക്കാണ് ഇന്ന് സുരേഷ് ഗോപി വന്നത്. വലിയ ആരവമായിരുന്നു, വലിയ സ്വീകരണമായിരുന്നു ഈ കേന്ദ്രമന്ത്രിക്ക് കൊടുത്തത്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കൊട്ടിയൂർ പെരുമാളിനെ കാണുവാൻ, പെരുമാൾ സന്നിധിയിലേക്ക് എത്തുവാൻ, പെരുമാളിൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ, പെരുമാളിനെ കൊണ്ട് എന്തും സാധിക്കും എന്ന്, തനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പോലും പെരുമാളിനെ കൊണ്ട് സാധിപ്പിക്കുവാൻ സുരേഷ് ഗോപി കൊട്ടിയൂരിലെത്തിയിരിക്കുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ദക്ഷയാഗ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ദക്ഷൻ യാഗം നടത്തിയ ആ ഭൂമിയിൽ സതീദേവി സ്വയംഭൂവായിട്ട് തൻ്റെ ശരീരം ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിയ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പരമശിവൻ സ്വയംഭൂവായ മഹാശിവക്ഷേത്രത്തിലാണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലാണ് മന്ത്രിയായതിനു ശേഷം കേരളത്തിലെത്തിയ ശേഷം ഓടി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. കൊട്ടിയൂരിൻ്റെ പെരുമ, കൊട്ടിയൂർ പെരുമാളിൻ്റെ പെരുമ ദിഗന്ധങ്ങൾ മുഴക്കുമാർ ഉച്ചത്തിൽ സുരേഷ് ഗോപി ഇവിടെ അനാവരണം ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്.
ഏട്ടനാ കിട്ടുക അല്ലേ ഏട്ടനാ കിട്ടുക അല്ലേ ഏട്ടനാ കിട്ടുക അല്ലേ